നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് പോലും ഈ സമുദായത്തിന്റെ മുന്നിൽ കൃത്യമായി പറയാൻ കിട്ടാത്ത വിഭാഗമാണോ? അപ്പൊ ഈ വിവരമില്ല എന്നത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇനി വേറൊരു പ്രസംഗം ഞാൻ കേൾപ്പിച്ചു തരാം. ഈ സമുദായത്തിന്റെ കാര്യം നിങ്ങൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ നന്നായി ചിന്തിച്ചോളൂ. നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ ഹാജാ മുഹീദ്ദീനിൽ ജിസ്തിയിൽ അജ്മീരിയിൽ നാപൂരിയിൽ ബൽബൂരി, എന്താ പതി വലിയ ആലിഹുൽ ഹിലാമയുടെ വാക്കുകളാണത്. ചിന്തിക്കണം. ഹാജാ മുഹീദ്ദീനിൽ ജിസ്തിയിൽ അജ്മീരിയിൽ എന്താ നാപൂരിയിൽ ബൽബൂരി. ഈ മൗലവിക്ക് ഞാൻ വെറുതെ പറയാണോ? അറബി സംബന്ധമായി യാതൊരു വിവരവുമില്ല. ഇയാൾ മനസ്സിലാക്കി അജ്മീർ ഷെയ്ഖും നാഹൂർ ഷെയ്ഖൊക്കെ ഒന്നാണ്. പിന്നെ ബൽബൂരി എന്നത് അറബിയാണെന്ന് അയാൾ തെറ്റിദ്ധരിച്ചുപോയി. സത്യത്തിൽ ബൽബൂരിക എന്നത് പ്രകാശമുള്ള സ്ഥലത്ത് ഇരുട്ടാക്കലാണ്. അത് മുജാഹിദിന്റെ പണിയാണ്. അതുകൊണ്ട് ആ പേര് നമ്മൾ അവർക്ക് നൽകുന്നു, നേതാക്കൾക്ക് തന്നെ. മുജാഹിദിൽ ബാലുശ്ശേരിയിൽ ബൽബൂരി. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരറബി എങ്ങനെ വായിക്കണമെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്നത്. മുജാഹിദിൽ ബാലുശ്ശേരിയിൽ ബൽബൂരി. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരറബി എങ്ങനെ വായിക്കണമെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്നത്. ഇനി ഞാൻ പ്രാമാണികപരമായി എന്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളോടും പറയുകയാണ്, പ്രമാണം കിട്ടാത്തത് കൊണ്ടല്ല. ആ മൗലവിയുടെ പ്രസംഗം വന്നുകൂടി കേൾപ്പിച്ചു കൊടുക്കൂ. ഇയാൾ പറഞ്ഞ വാദം അത് തെറ്റാണല്ലോ, അത് പ്രാമാണികമായി ഞാനൊന്ന് വിലയിരുത്താം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന ഒരു മുസ്ലിമിന് ഒരു വിളിയെ വിളിക്കാൻ പറ്റൂ. അല്ലാഹുവേ കാക്കണേ, റബ്ബേ രക്ഷിക്കണേ, റഹ്മാനെ കാക്കണേ എന്നിങ്ങനെ പടച്ചവനെ മാത്രമേ വിളിക്കാൻ പറ്റൂ ഒരു മുസ്ലിമായ മനുഷ്യന്. അപ്പോൾ അതല്ലാത്ത ഒരു വിളി വന്നാലോ ആ വിളിക്കപ്പെടുന്നതിനെ അവൾ ഇലാഹാക്കി. പിന്നീട് വന്നു സഹോദരങ്ങളെ മുഹമ്മദ് നബിയെ എന്ന വിളി. പിന്നീട് എവിടുന്ന് വന്നു ശൈഖേ എന്ന വിളി. നമ്മൾ ശരിക്കും മനസ്സിരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്താ ചോദ്യം കേട്ടല്ലോ? അള്ളാനെ മാത്രമേ വിളിക്കാവൂ. എവിടുന്ന് കിട്ടി മുഹമ്മദ് നബിയെ എന്ന വിളി? എവിടുന്ന് കിട്ടി ശൈഖ് എന്ന വിളി? ഉത്തരം പറയുന്നത് കായക്കൊള്ളിയാണ്. എന്താ സംഭവം എന്നറിയോ? ഒരു വർഷം മുമ്പ് ആലുവയിലെ ആദ്യത്തെ സംവാദം നടന്നു. കായക്കൊടി മൗലവിയാണ് അപ്പുറത്തുണ്ടായിരുന്നത്. അയാളെ വാദം അള്ളാന്റെ റസൂലിനെ വിളിക്കാൻ പാടില്ല. നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞു? ശരിക്കും ചിന്തിച്ചോളൂ. ഇതാ ലോകത്തിന്റെ അവസാനം. ഇനി ഇവിടെ ഒരു നേതാവ് വരാനുണ്ട്. ആരാ നേതാവ്? ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം വരും. ഈസാ നബി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ അല്ല, സുന്നത്ത് ജമാഅത്തിന്റെ നേതാവായിട്ട് തന്നെ ഇവിടെ ഇറങ്ങി വരും. ഈസാ നബി വരുമ്പോ ആരാ ഇവിടെ ഉണ്ടാവുക? ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു അവന്റെ ശർറിൽ നിന്ന് കാക്കട്ടെ. മുജാഹിദ് പ്രവർത്തകരെ സ്നേഹത്തോടെ ഞങ്ങളൊരു മുന്നറിയിപ്പ് നൽകുന്നു. ഈ മുജാഹിദ് നേതാക്കളൊക്കെയും ദജ്ജാൽ വന്നാൽ ദജ്ജാലിനെ സ്വീകരിക്കാൻ വേണ്ടി എന്തായാലും ഒരു യോഗം സംഘടിപ്പിക്കേണ്ടി വരും കേട്ടോ. അത് ഞാൻ നിങ്ങളോട് ദേശം കൊണ്ട് പറഞ്ഞതല്ല. നേതാക്കൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, ആ ശൈലിയാണ്. കാരണം മുഹിയുദ്ദീൻ മാല ഇങ്ങനെ പാടുമ്പോ ചത്താചാകത്തേനി ജീവൻ ചോവർ ചാകും കീലോ സത്ത് നന്നാക്കി വിട്ടോവർ. മുഹിയുദ്ദീൻ ശൈഖുതങ്ങളിൽ ചത്തുപോയ ശവത്തിന് ജീവൻ കൊടുത്ത ആളാണ് എന്ന് പറയുമ്പോ അങ്ങനെ പറഞ്ഞുകൂടാ. അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയൂ. നമ്മൾ പറഞ്ഞ് അള്ളാഹ്ക്കേ കഴിയൂ. പക്ഷേ അള്ളാഹു ചിലരിലൂടെ അത് പ്രകടിപ്പിക്കാറുണ്ട്, കറാമത്തും മുഅ്ജിസത്തും കൊണ്ട് നൽകാറുണ്ട്. ഇത് പറഞ്ഞപ്പോ അതും പറയാൻ പാടില്ല. ഒരാൾ ജീവിപ്പിച്ചാൽ അത് അള്ളാഹു ആയിരിക്കും എന്ന് പറഞ്ഞു പഠിപ്പിച്ചതിന്റെ ഇടയിലല്ലേ ലഅനത്തുല്ലാഹി ദജ്ജാൽ അല്ലേ? ദജ്ജാൽ വരും. ദജ്ജാൽ വന്നിട്ട് എന്താ പറയാ? ഞാൻ അള്ളാഹു ആകുന്നു. മുജാഹിദ് ഇങ്ങനെ വന്നു നോക്കി. മുജാഹിദ് നേതാക്കളെ കുറിച്ചാ പറയുന്നത്. സക്കരിയ സറായി
അള്ളയായി എന്നുണ്ടെങ്കിൽ അയാളടക്കമുള്ള എല്ലാവരും വന്നു നോക്കുമ്പോ ഇയാൾ വന്നിട്ട് പറയുന്നു ഞാൻ അള്ളയാണ്. എന്താ തെളിവ്? മരിച്ചവരെ ജീവിപ്പിക്കുന്നു. ഇവര് പഠിപ്പിച്ചതെന്താ? മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അള്ളയായിരിക്കും എന്ന് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ ഒന്നുകൂടി നോക്കി, അവ കണ്ണും കയ്യും കാലുമൊക്കെ ദജ്ജാലിനുണ്ട്. അള്ളാഹ് പറഞ്ഞു വേറെ യോഗ്യത അതാണല്ലോ, കണ്ണും കയ്യും തലയുമൊക്കെ ഉണ്ട്. അള്ളാഹുവിൽ നിന്ന് രേഖപ്പെടുത്തിയതാണ്. അങ്ങനെയതാ ഈ നേതാക്കളിൽ ദജ്ജാല് വന്നപ്പോ അള്ള വന്നു എന്ന് പറഞ്ഞൊരു സ്വീകരണം നൽകുമ്പോ പാവപ്പെട്ട ഞങ്ങൾ അവിടെ വരും കേട്ടോ. ഞങ്ങളെ കയ്യിൽ മുഹിയുദ്ദീൻ മേളയുണ്ടാകും. ആ മുഹിയുദ്ദീൻ മേളയുമായി ഈ ദജ്ജാലിനോട് വാദപ്രതിവാദം നടത്താൻ പാവപ്പെട്ട ഞങ്ങളൊന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വരും. ദജ്ജാലേ, നീ അള്ളയല്ല, എന്താണ് തെളിവ്? അത് ഖാദി മുഹമ്മദ് ഞങ്ങളെ പഠിപ്പിച്ചില്ലേ? മുഹിയുദ്ദീൻ മാലയിൽ ചത്താ ചാകത്തീന് ജീവൻ നീടി ചോവർ ചാകും കീലേശത്തെ നന്നാക്കി വിട്ടോവർ. ബഹുമാനപ്പെട്ട ഞങ്ങളെ നേതാവ് ശൈഖ് ജീലാനി എത്രയോ ആളുകളെ മരിച്ചതിന് ശേഷം ജീവിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശൈഖ് ജീലാനി അള്ളയായിട്ടില്ല. ഇതുപോലെ അള്ളാഹു നിനക്ക് കഴിവ് തന്നപ്പോ നീ ചെയ്തു എന്നതല്ലാതെ നീ അള്ളയല്ല, നീ ദൈവമല്ല, നീ ദജ്ജാലാണെന്ന് പറയണോ? ഒഹിയത്തിന്മാല കയ്യിൽ പിടിച്ച സുന്ദിയായി ജീവിച്ചോ? അങ്ങനെ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം. ഈസാ നബിന്റെ പണി എന്താണ്? ദജ്ജാലിനെ കൊല്ലലാണ്. ഏത് ദജ്ജാൽ? വലിയ ദജ്ജാൽ മാത്രമല്ല, സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. വഞ്ചകരായ ആളുകൾ, അതേ പാവപ്പെട്ട പ്രവർത്തകന്മാരെ വഞ്ചിക്കുന്ന നേതാക്കൾ, ഇവരെ കുറിച്ചല്ലേ പറഞ്ഞത്? അങ്ങനെയുള്ള വികലാശയക്കാരുടെ ആശയങ്ങൾ തകർക്കാനാണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി വരുന്നത്. എവിടെയാ വരുന്നത്? സിരിയയിലാണ്. റസൂലുള്ളാഹി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വെള്ളമിനാരത്തിന്റെ മുകളിൽ 2 മലക്കുകളുടെ ചിറകിന്റെ മുകളിലായ രൂപത്തിൽ ചായം മുക്കിയ വസ്ത്രം ധരിച്ച് ഈസാ നബി മലക്കുകൾക്ക് മുകളിലായി അവിടെ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സ്വാഭാവികമായും ഈസാ നബി ഇവിടെ ഇങ്ങനെ നടക്കുമ്പോ കേൾക്കുന്ന വാദമാണ്, പ്രധാനപ്പെട്ട വാദം, മുഹമ്മദ് നബിയെ എന്ന് വിളിക്കാൻ പാടില്ല, മരിച്ചവരോട് സഹായം തേടാൻ പാടില്ല. ഈസാ നബി തീരുമാനിക്കുന്നു. ഈ വിഷയം തീരുമാനമാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കാനല്ലേ ഈസാ നബി വരുന്നത്. അതാ നേരെ റൗദയിലേക്ക് ഈസാ നബി പോകുന്നു. ഏറ്റവും വലിയ നേതാവിനെ തന്നെ വിളിച്ചൊന്ന് കാണിച്ചു കൊടുക്കണം. എവിടെ നിന്ന് കിട്ടി മുഹമ്മദ് നബിയെ എന്ന വിളി? അതിന്റെ ഉത്തരം കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശിർക്കിന്റെ കണ്ടകോടാലിയായ തൗഹീദിന്റെ സംസ്ഥാപനത്തിന് വന്ന മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അതാ നേരെ റൗദയിലേക്ക്. മുജാഹിദിന്റെ മീറ്റിംഗ്, അടിയന്തര മീറ്റിംഗ്. ഇതാ പോക്ക് ശരിയല്ല കേട്ടോ. ഈസാ നബിന്റെ പോക്ക് കണ്ടിട്ട് ഒരു ഖുറാഫിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം റൗദയിലേക്കാണ് പോക്ക്. നേരെ റൗദയിലങ്ങ് വന്നു നിൽക്കുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞതാണ് ഇത്. 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞ വാചകമാണ്. എന്റെ ഖബറിന്റെ സമീപത്ത് ഈസാ നബി വരും കേട്ടോ. എന്നിട്ട് ഫഖാല യാ മുഹമ്മദ് എന്നെ വിളിക്കുന്നു. യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുമ്പോ ലൗജീവന്നഹു, ആ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് 14 നൂറ്റാണ്ട് മുമ്പ് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതോടെ മുജാഹിദിന്റെ അടിയന്തര മീറ്റിംഗ് രക്ഷയില്ല. അടുത്ത പത്രക്കുറിപ്പിൽ പറയുന്നു ഈസാ നബി ഖുറാഫിയാകുന്നു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, ഈ ഹദീസ് മുന്നിൽ വെച്ച് തന്നിട്ട് എന്തേ സ്വീകരിച്ചുകൂടെ? ആ ഹദീസിന്റെ പൂർണ്ണഭാഗം നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ പറയുന്നില്ല, അതിന് ഞാൻ കായക്കൊടിയെ തന്നെ ഏൽപ്പിക്കുന്നു. അയാൾ ആ ഹദീസ് മുഴുവൻ വായിക്കും. അതിന്റെ അവസാനം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. എന്റെ ഖബറിന്റെ സമീപത്ത് ഈസാ നബി വരും, എന്നെ വിളിക്കും, ഞാൻ ഉത്തരം ചെയ്യും. ഇതൊക്കെ റസൂലുള്ള പഠിപ്പിച്ച ഹദീസ് കായക്കൊടി തന്നെ പറയുന്നു. കേട്ടോ നിങ്ങൾ?
കേൾപ്പിച്ചോളൂ. നമ്മുടെ നിർവചനവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല. കേട്ടോളൂ നിങ്ങൾ. എന്താ ഹദീസിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു. വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ഇബ്നു മറിയം ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദില, ഈസാ നബി അലൈഹിസ്സലാം നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ഇറങ്ങി വരും. ഫലയുകസ്സിറന്ന സലീബ, കുരിശുകൾ തകർക്കും. വലയഖ്തലന്നൽ ഖിൻസീറ, പന്നികളെ കൊല്ലും. വലയുസ്ലിഹന്ന ദാത്തൽ ബൈൻ, പരസ്പരമുള്ള പകകൾ ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കും. വലയുദ്ഹിബന്ന ശഹ്നാ, അതേപോലെ പോരുകൾ അവസാനിപ്പിക്കും. വലയുരിദന്ന അലൈഹിൽ മാൽ ഫലാ യഖ്ബലുഹു, ഈസാ നബി അലൈഹിസ്സലാമിന് മുമ്പിൽ സമ്പത്തുകൾ പ്രദർശിപ്പിക്കപ്പെടും, പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കില്ല. സുമ്മലയിൻ ഖാമ അലാ ഖബരി, എന്നിട്ട് എന്റെ ഖബറിനരികിൽ വന്ന് ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലാ ജബ്തുഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകും. ശരി, അള്ളാന്റെ റസൂലിന്റെ ജാറത്തിന്റെ സമീപത്ത് വന്ന് ഈസാനെ വിളിച്ചത് ശിർക്കാണോ? ഞാൻ ചോദിച്ചു. അപ്പൊ ഈ പാവം പ്രവർത്തകർക്ക് പിന്നെയും ഇവരെന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം, അങ്ങനെ സ്വീകരിക്കണ്ട. എന്റെ വീടിന്റെ സമീപത്ത് വന്ന് എന്നോടൊരു മൗലവിന്റെ ചോദ്യം, അല്ല ഹസ്സനി, ഈസാ നബി വിളിച്ചത് നിങ്ങളെപ്പോലെയാണോ ഈസാ നബി? ഈസാ നബിക്ക് വാപ്പയില്ലല്ലോ, നിങ്ങൾക്ക് വാപ്പയില്ലേ? ഇതാണോ തൗഹീദിന്റെ മാനദണ്ഡം? നിങ്ങൾ ചിന്തിക്കണം. വെറുതെ ആണോ? ഇന്ന് കോഴിക്കോട് ISMന്റെ സമ്മേളനം നടക്കാൻ. ഏത് ISM? മടവൂർ ഗ്രൂപ്പ്. അപ്പൊ അതിലതാ LCD ക്ലിപ്പിംഗ് സഹിതമാണ്. അതിൽ പ്രധാനപ്പെട്ട ക്ലിപ്പ് ആലുവ സംവാദമാണ്. നമ്മളെ മധ്യസ്ഥനെ കണ്ടിട്ടാ വരുന്നത്. അവന്താ പ്രശ്നമല്ലോ. ഇപ്പൊ അതിലേക്ക് പോയൊരു മൗലവി മടവൂരിൽ നിന്ന്, എന്റെ അയൽവാസിയാണ്, മടവൂരിൽ നിന്ന് അങ്ങോട്ട്, അല്ല ഔദ്യോഗിക വിഭാഗത്തിൽ നിന്ന് മടവൂരിലേക്ക് പോയാൽ അയാൾ മൊയ്തീൻ സുല്ലമി, അവരുടെ ഫത്വ കമ്മിറ്റി മെമ്പറാണ്. അവരുടെ KGU, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മെമ്പറായിരുന്നു ഇയാൾ. അങ്ങനെ ഇയാൾ പോയിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഇന്നത്തെ പ്രസംഗം എന്തായിരുന്നാലോ, കോട്ടക്കലിലും ആലുവയിലും സംവാദം നടത്തി കായക്കൊടി തോറ്റപ്പോ ജംഇയ്യത്തുൽ ഉലമ, മുജാഹിദിന്റെ ജംഇയ്യത്തുൽ ഉലമ കായക്കൊടിയെ വിളിപ്പിച്ചു. ഇയാൾ പറയാണ്, ഇയാൾ മടവൂരായപ്പോ പറയാം. എന്നിട്ട് ചോദിച്ചു, എന്തിനാണോ തോറ്റു വന്നത് എന്ന് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു, അത് സാരല്ല, ഞാൻ 1-2 വട്ടം പെട്ടുപോയതാണ്, ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് തൗഫ ചെയ്ത സംഭവം ഇന്നലെ വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന മൊയ്തീൻ സുല്ലമി, എന്റെ നാട്ടുകാരനാണ്, കുഴിപ്പുറത്തുകാരനാണ്, അയാൾ ഇന്ന് പറഞ്ഞ വിവരമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഹദീസ് കിട്ടാനിട്ടല്ല, ആധികാരികമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ നമുക്ക് ചോദിച്ചുകൂടെ, ഈസാ നബി വിളിക്കുന്നു, ശിർക്കാണെങ്കിൽ ഈസാ നബി വിളിക്കുമോ? ആ വിളി ഇബാദത്താണോ? ജബ്ബാർ മൗലവിയോട് ഞാൻ ചോദിക്കുന്നു, ജബ്ബാർ മൗലവി പറയൂ, നിങ്ങൾ ഈസാ നബി വിളിച്ചത് ഇബാദത്താണോ? എന്നാൽ തന്നെ പറയട്ടെ, ഒരു പ്രവാചകൻ, വഹയ്യുള്ള പ്രവാചകൻ, ഇനി വിളിക്കാൻ കൽപ്പിക്കുകയും അത് കേൾപ്പിക്കാൻ അല്ലാഹുവാണ് ഏൽക്കുന്നത്. പ്രവാചകനോട് ഏൽക്കുന്നത്, കേൾപ്പിക്കാം എന്ന് ഏൽക്കുന്നത് ആരാ? വിളിക്കി എന്ന് ഉത്തരവ് കൊടുക്കുന്ന അല്ലാഹുവാണ്. ആ അല്ലാഹു കേൾപ്പിക്കാം എന്ന് ഏറ്റാൽ ഈ വിളിക്കുന്ന സ്ഥലത്ത് എവിടെ ഈ ഇബാദത്ത്, ഈ ദുആ വരുന്നത്? ഇതാണ് കാലങ്ങളായി ഞങ്ങൾ ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വന്തമായി കേൾക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അള്ളാഹു കേൾപ്പിക്കുമെന്നാണ്. അള്ളാഹു കേൾപ്പിക്കുമ്പോ പിന്നെ എവിടെയാണ് ഇവിടെ ആരാധന വരുന്നത്? അള്ളാഹിന്റെ റസൂലിന് ആരാധന ചെയ്യൽ വരുന്നത് ഈ ഹദീസ് കൊണ്ട് കിട്ടിയ വെച്ചമാണ് ഏത്? ഇത് ആലുവയിൽ വെച്ച് നമ്മൾ പറഞ്ഞപ്പോ നല്ല രസമുള്ള മറുപടിയില്ലേ പറഞ്ഞത്? ഞാൻ മുജാഹിദ് പ്രവർത്തകരോട് പറയുന്ന സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെയാണ്. കാരണം ഈ നേതാക്കൾ പ്രമാണങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല, അവരംഗീകരിക്കൂല. നമ്മൾ ഈ സംവാദത്തിൽ എന്ന് പറഞ്ഞപ്പോ, ഈ ഹദീസ് എന്ന് പറഞ്ഞപ്പോ കായക്കൊടിയുടെ മറുപടി എന്താണെന്നറിയോ? അത് ഹദീസ് തന്നെയല്ല. അത് പറയുന്നതിന് മുമ്പ് സക്കരിയ സലാഹിയുടെ ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം ഞാൻ ഇന്ന് കാണിക്കുന്നു. അതിനുശേഷം കഴിഞ്ഞ ആലുവ സംവാദത്തിൽ നിന്ന് ചില നേർക്കാഴ്ചകൾ ഞാൻ കാണിച്ചു തരും. പറയട്ടെ. ഒരു ഹദീസ് നമ്മൾ കേട്ടാൽ നമ്മളെ തള്ളുന്നതിന് മുമ്പ് ആലോചിക്കണം, 14 നൂറ്റാണ്ട് പിന്നിട്ട സമുദായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്.
ഇക്കഴിഞ്ഞ 13 നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങൾ ഈ ഹദീസിനെ എങ്ങനെയാ സമീപിച്ചത്? അവരിങ്ങനെ പുറംകാല് കൊണ്ട് തട്ടുകയാണോ ചെയ്തത്? അവർക്ക് ഈ ഹദീസിന് വല്ല വ്യാഖ്യാനവും പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ആലോചിക്കാതെ ഓരോരുത്തരും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഹദീസുകളെ തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇയാൾ പറഞ്ഞല്ലോ, പഴയകാല സമൂഹം ഈ ഹദീസിനെ എങ്ങനെ വിലയിരുത്തി നോക്കാതെ അവനാന് പറ്റാത്തത് തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥ ഇന്നുണ്ടായിട്ടുണ്ട്. അത് ഞാനെങ്കിൽ കാണിച്ചു തരാം. ഈ ഹദീസ് പറഞ്ഞപ്പോ മൗലവി എന്താ പറഞ്ഞതെന്നറിയോ? പ്രമാണങ്ങളിലൂടെ എന്ന് വെറുതെ പറയാണ്, ആത്മാർത്ഥതയില്ല. അയാൾ പറയുന്നു ഇത് ഹദീസ് തന്നെയല്ല. കൽപ്പിച്ചോ. ഏതായാലും തെളിവ് പറഞ്ഞല്ലോ. പക്ഷെ പറഞ്ഞ തെളിവ് എന്തിനാ പറയേണ്ടത് എന്ന് മുസ്ലിയാരോട് മറന്നുപോയി. എന്തിനാ തെളിവ് പറയേണ്ടത്? മുജാഹിദികൾ പറഞ്ഞ നിർവചനം തെറ്റാണ് എന്നതിനല്ലേ? അതിനാദ്യം തെളിയിക്കേണ്ടത് ഇതിൽ ഇസ്തിഗാസ പ്രാർത്ഥനയുണ്ട് എന്നാണ്. അതാരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഇബ്നു അസാക്കിർ തന്റെ താരീഖിൽ ലൈൻ ഖാമ അലാ ഖബരി ഫഖാല യാ മുഹമ്മദ് ലൗ ജീബന്നഹു എന്ന് പറഞ്ഞ വാക്യം, ഹദീസ് എന്ന പദം ഞാൻ അതിന് പ്രയോഗിക്കുന്നില്ല. വല്ലാത്ത ധിക്കാരം തന്നെ. പിന്നെ ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താ? പി അബ്ദുൽ ഖാദിർ മൗലവി പറഞ്ഞത് എന്നാണോ? അല്ല, ചോദിച്ചു പോയതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പ്രവർത്തനം, അവിടുത്തെ മൗലാനുവാദം, ഇതല്ലേ ഹദീസ്. പക്ഷെ അദ്ദേഹത്തിന് തന്നെ കുറച്ചങ്ങ് മുന്നോട്ട് പോയപ്പോൾ അയാളെന്നെ പറഞ്ഞു, ഈ ഹദീസിന്, ഈ വാക്യത്തിന് 2 ന്യൂനതകളുണ്ട്. ഹദീസിൽ ഇതാണ് ശാസ്ത്രപ്രകാരം. അപ്പൊ ഹദീസായി. ഹദീസല്ല എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ചങ്ങ് കഴിയുമ്പോൾ പറയുന്നത് ഹദീസാനില്ല. എന്നിട്ട് പിന്നെ പറഞ്ഞ് 2 ന്യൂനതയുണ്ട്. എന്താ പറഞ്ഞു? ഞാൻ വെറുതെ പറയല്ല, ഇതൊരു മുജാഹിദിന്റെ സ്വഭാവമാണ്. ഇതെന്നറിയോ, ഒരു ഹദീസ് നമ്മളങ്ങ് പറഞ്ഞു കൊടുത്താൽ അപ്പ പറയുക വഈഫാണ്. നേതാക്കൾ പഠിപ്പിച്ചതാണ്. ഈ നേതാക്കൾക്കറിയുമോ എന്താണ് വഈഫ് എന്ന്? അറിയൂല. കേട്ടപാടെ എന്ന് പറയും. ചിലപ്പോൾ ആയത്ത് പറഞ്ഞു കൊടുത്താലും പറയും അത് വഈഫാണ്. കായ്ക്കൊടി പറയുന്നത് നോക്കൂ നിങ്ങൾ, അതിൽ ന്യൂനതയുണ്ട്. കൽപ്പിച്ചു. നിങ്ങൾ പറഞ്ഞ ഈ വാക്യത്തിന് ന്യൂനതകളുണ്ട്. ഹദീസ് വിധാനശാസ്ത്രപ്രകാരം 2 ന്യൂനതകൾ എടുത്തു പറയാൻ കഴിയുന്നത് തന്നെയുണ്ട്. വേറെയും നമുക്ക് വിശദീകരിക്കാം. അതുകൊണ്ട് ഒന്നാമതായി തെളിയിക്കേണ്ടത് അതാണ്. അത് തെളിയിച്ചിട്ടില്ല. എന്ത്? ഇതിൽ ഇസ്തിഗാസയുണ്ടെന്ന്. രണ്ടാമത് ഈ ഹദീസ് സ്വഹീഹാണെന്ന് തെളിയിക്കേണ്ടതുണ്ട്. കണ്ടോ? അപ്പൊ നമ്മളോട് സനദ് ചോദിക്കാറിയാം. ഈ ഹദീസിന് 2 ന്യൂനതകളുണ്ട്. പച്ചക്കള്ളാണ് കേട്ടോ പറയുന്നത്. നന്നായി ശ്രദ്ധിക്കണം. ഹദീസിന്റെ പരമ്പര എന്ന് പറഞ്ഞാൽ എന്താ? എന്നോടൊരു ഹദീസ് പറഞ്ഞു. ആരാ പറഞ്ഞത്? അത് നമ്മളെ മജീദ് ഫൈസി പറഞ്ഞതാണ്. മജീദ് ഫൈസിയോട് അപ്പുറത്തുള്ള ഉസ്താദ് പറഞ്ഞതാണ്. എല്ലാവരും യോഗ്യരായ ആളാണ്. അപ്പൊ നമ്മൾ പറയും ഹദീസിന്റെ പരമ്പര നല്ല പരമ്പരയാണെന്ന് പറയും. അതേസമയത്ത് എന്നോടൊരു ഹദീസ് പറഞ്ഞു. അത് പറഞ്ഞത് നമ്മളെ രാമന്തലിയാണ്, നമ്മുടെ മധ്യസ്ഥൻ, അതൊക്കെയാണ്. പക്ഷേ രാമന്തലി എപ്പോഴും പല മുജാഹിദിയും വട്ടം കറക്കാൻ വേണ്ടി പോയപ്പോ കായ്ക്കൊടിയാണ് ആ ഹദീസ് പറഞ്ഞു കൊടുത്തത്. അപ്പോ മുഹമ്മദ് രാമന്തലിന്റെ അപ്പുറത്തുള്ള ആളാരാ? അത് കായ്ക്കൊടിയാണ്. അപ്പൊ നമ്മൾ പറയും ഹദീസിന്റെ പരമ്പരയിൽ വഈഫായ ആളുണ്ട്, അതുകൊണ്ട് ആ പരമ്പര ശരിയല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ ഹദീസിന്റെ പരമ്പരയിൽ ആരെങ്കിലും ഒരാൾ മോശമുണ്ടെങ്കിൽ അപ്പയാണ് ഹദീസിന്റെ പരമ്പരക്ക് ബലഹീനത എന്ന് പറയുക. നമ്മൾ ഉടനെ ചോദിച്ചു, എവിടെയാണ് ഈ ഹദീസിന് കുഴപ്പം? അതൊന്ന് കണ്ടോളൂ നിങ്ങൾ. മാലയം നുണയാണ് മൗലവി പൊട്ടിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ നുണ അതിവിടെ തെളിയിച്ചിട്ടാണ് ബാക്കി കാര്യം. നിങ്ങളെ കഴുത്തിൽ കൊടുക്കാൻ തന്നെയാണ് ഞാനത് വായിച്ചത്. 2 ന്യൂനതകൾ ഹദീസിനുണ്ടല്ലേ? ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ആ ഹദീസിനൊരു ന്യൂനത തെളിയിക്കാൻ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരാണ് നിങ്ങൾക്കത് ന്യൂനതയുണ്ട് എന്ന് പഠിപ്പിച്ചതെന്ന് തെളിയിക്ക്. എന്റെ 3ാമത്തെ ചോദ്യം അതാണ്. ഈ ഹദീസിൽ 2 ന്യൂനതകളുണ്ടെന്ന് ഹനീഫ മൗലവി. എന്താണ് ഈ ഹദീസിന്റെ ന്യൂനത? താരീഖ് ഇബ്നു അസാക്കിർ അവിടുത്തെ കിതാബിൽ ഉദ്ധരിച്ച ഈ ഹദീസിന്റെ 2 ന്യൂനതകൾ ഏതൊക്കെയാണ്? നിങ്ങൾ കൃത്യമായി പറയണം. ഞങ്ങൾ അതിന് തന്നെയാണ് അത് ഉദ്ധരിച്ചത്. ഇതെന്ന് പറഞ്ഞപ്പോ നമ്മൾ മൗലവി ആദ്യം പറഞ്ഞെന്താ അറിയോ? സിയാരെ, ഈ ഹദീസിന്റെ എല്ലാ വ്യത്യസ്തമായ പരമ്പര എല്ലാം വായിച്ചു തരാം. എന്നിട്ട് ഞാനിങ്ങനെ നോക്കട്ടെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനങ്ങ് പറഞ്ഞിടുന്നു. എത്ര അടങ്ങാറുണ്ട് ഇപ്പൊ അതിൽ. ഒരു ഹദീസിന് ഒരു പരമ്പര സ്വഹീഹായി വന്നാൽ മുസ്ലിം ലോകം അത് അംഗീകരിക്കും. പക്ഷെ ഇയാൾ പറയാണ്
അതൊന്നുമില്ല, വ്യത്യസ്തമായ പരമ്പരകൾ വായിച്ചു തരണം, എന്നിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യണം ആരാണ്. എന്നിട്ട് അതിനു മുമ്പേ പറഞ്ഞു പോയി ന്യൂനത ഉണ്ട്, അത് പറയുന്നത് കേട്ടോ. ഞാൻ വെറുതെ പറയും, ആരും ആ സംവാദത്തിൽ നിന്ന് തന്നെ കാണിച്ചു. അതുകൊണ്ട് തന്നെ പ്രമാണബന്ധിതമായി നാം വ്യവസ്ഥയിൽ എഴുതിയതുപോലെ ഇത് തെളിയിച്ചാലേ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുള്ളൂ. അതുകൊണ്ട് സനദുകൾ, അതിന്റെ വ്യത്യസ്തമായ സനദുകൾ, വ്യത്യസ്തമായ മത്തിനുകൾ, അത് വായിക്കുക, പൂർണ്ണമായി വായിക്കുക, പൂർണ്ണമായി വായിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ആരാണ് ന്യൂനതയുള്ള ആളുകൾ, എന്താണ് അതിന്റെ ന്യൂനത, എന്താണ് ആ ഹദീസിന്റെ പൂർണ്ണ രൂപം, എന്താണ് അതിന്റെ ബാക്കിയുള്ളത് എന്നൊക്കെ നമുക്കപ്പോൾ കേൾക്കാം, നമുക്കപ്പോൾ ആലോചിക്കാം. അതല്ലാതെ തെളിയിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവ് നിങ്ങളാണ് തെളിയിക്കേണ്ടത്. ന്യൂനതയുണ്ടെന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ചതുമാണ്. എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ പറഞ്ഞു അത് പറയരുത് മൗലവി, അത് ഏറ്റവും വലിയ വ്യക്തിത്വമാണ്. ഇദ്ദേഹത്തിന്റെ ഗുരുനാഥനായ സുല്ലവി തന്നെ ശബാബിൽ ഈ ഒരൊറ്റ ചോദ്യത്തിനെ കുറിച്ചൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇന്ന് വരെ ഭൂമിയിൽ ആരും ചോദിക്കാത്ത ചോദ്യമാണത്. മുജാഹിദ് പ്രസ്ഥാനത്തെ വഷളാക്കിയ ചോദ്യമാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു നമ്മുടെ പൂരൂരിൽ ബാലുശ്ശേരിയും ഇടയിലൊരു സ്ഥലത്ത് വെള്ളിയത്തിൽ ഈ പ്രദേശത്ത് പാവപ്പെട്ട ഞാനും റഷീദ് സഖാഫിയും കൂടി വാദപ്രതിവാദത്തിനൊരു കരാറുണ്ടാക്കാൻ ചെന്നു. ഹനീഫ മൗലവിയും കൂടെയുണ്ട്, മുജാഹിദ് ബാലുശ്ശേരിയും ഉണ്ടായിരുന്നു. അയാള് വെറുതെ വെല്ലുവിളിച്ചു കുടുങ്ങിയതാണ്. പാവം ഹനീഫയെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ഇത് ആലുവയ്ക്ക് ശേഷമാണ്. പക്ഷേ ആ വ്യവസ്ഥ ഉണ്ടാക്കിയെന്നല്ലാതെ പിന്നെ വാദപ്രതിവാദത്തിന്റെ ദിവസം വിളിച്ചപ്പോ ഹനീഫയുടെ നമ്പറൊക്കെ ഓഫാണ്. ഞാൻ പറഞ്ഞത് വാദപ്രതിവാദം നടന്നിട്ടില്ല, വ്യവസ്ഥ മാത്രമേ നടന്നിട്ടുള്ളൂ. പക്ഷേ വ്യവസ്ഥ ഒന്നും കാര്യമുണ്ടായി. ഇയാളിങ്ങനെ വ്യവസ്ഥ എഴുതുമ്പോ ഹനീഫ മൗലവി എഴുതി പ്രമാണങ്ങൾ, 1 ഖുർആൻ, 2 ഹദീസ്. ഹദീസ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ചോദിച്ചു, അല്ല മൗലവി, ഒരു ഹദീസ്, ഒരു കാര്യം പറയാനുണ്ട്, ഹദീസ് സ്വഹീഹാവാൻ എത്ര പരമ്പര സ്വഹീഹാവണം അതൊന്ന് പറഞ്ഞു തന്നാൽ നല്ല മട്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞപ്പോ ഇയാള് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ പരമ്പര സ്വഹീയായാൽ മതി. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്നാ പിന്നെ എല്ലാ പരമ്പരയും സ്വഹീയാവണം എന്ന് നിങ്ങൾ എന്തിനാ ചോദിച്ചത്? ഇയാളെ മറുപടി എന്താണെന്നറിയോ, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നാണ് ആ വ്യവസ്ഥയൊന്ന് കാണിച്ചു കൊടുക്കും. ഞാനൊന്നും വെറുതെ പറയൂല, ഒക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വയ്യാദീസുള്ളടത്തെ വേറെ നിർവചനം വേണോ എന്നൊക്കെ സംശയമുണ്ട്. എല്ലാ പരമ്പരയും സ്വയ്യാവണം, അല്ലെ ഒരു പരമ്പര മാത്രം സ്വയ്യായാൽ മതിയോ എന്നൊരു ചർച്ച അവിടെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാദ്യം ഉദ്ധരിക്കുന്ന ഹദീസ് ഏതാണെന്ന് ആലോചിക്കണം. അല്ല ഏതായാലും ഒരു പരമ്പര സനതെല്ലാം കൂടി പറയാതല്ല അത്ര ഉള്ളൂ. ഉറപ്പല്ലേ? ഹദീസ് വായിക്കാൻ ധൈര്യം കാണിക്കണം ആദ്യം. അതെ, ഹദീസ് വായിക്കാൻ സനതും വായിക്കാം. പക്ഷെ ഒറ്റ സനത് എല്ലാ വ്യത്യസ്ത സനതും വായിക്കാനും പറഞ്ഞില്ല. വ്യത്യസ്ത സനത് വായിക്കണമെന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? അതിന്റെ ഉത്തരം സക്കരിയ സലാഹ് പറയും. എന്തുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആദ്യം ഒന്ന് പറയാ, പിന്നെ അത് മാറ്റേണ്ടി വരിക. ഇതാണ് നോണ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവും നോണ പറയാം. ഖുർആൻ ഹദീസിൽ ഉള്ളത് പറയണം. ഉള്ളത് പറഞ്ഞാൽ പൊളിയില്ല, ഇല്ലാത്തത് പറഞ്ഞാൽ പൊളി. ഇടക്കൊക്കെ അവരും സത്യം പറയുമല്ലോ, അതിൽപ്പെട്ടതാണത്. ഞാൻ പറയുന്നത് എങ്ങനെയതാ, ഈ ഹദീസിന് ന്യൂനതയുണ്ടെന്ന് പറഞ്ഞപ്പോ നമ്മളെ ഹാഫിദുൽ ഹൈഫമിയുടെ വലിയ കിതാബ് എടുത്ത് വായിച്ചു കൊടുത്തു. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, മുജാഹിദും സുന്നിയും തമ്മിലുള്ള വ്യത്യാസം ആലിമീങ്ങൾ പറഞ്ഞ് നമ്മൾ അംഗീകരിക്കും, മുജാഹിദ് സ്വയം ഗവേഷണം ചെയ്യും. അവിടെ ആ പ്രശ്നം അതാ ഹാഫിദുൽ ഹൈഫമിയുടെ കിതാബ് എടുത്ത് നമ്മൾ വായിച്ചു കൊടുക്കുന്നു. അത് നിങ്ങളൊന്ന് കാണുക. ആ സംവാദത്തിൽ നിന്ന് തന്നെ വരട്ടെ, മജ്മഉ സബായിൽ വരട്ടെ, നിങ്ങളുടെ രൂരതകൾ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹൈസമി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റിജാലുഹു റിജാലുസ് സ്വഹീഹ്, ഇതിന്റെ പരമ്പര വളരെ സ്വീകാര്യോഗ്യമായ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ആളുകളുടെ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസാണ്. ന്യൂനതയല്ലേ? കാരണം ഞങ്ങൾക്ക് നിങ്ങൾ ന്യൂനത ഉന്നരിക്ക്. മജ്മഉ സബായിൽ കയ്യിൽ പിടിച്ചിട്ട്
എന്താണ് പറയുന്നത്? ഇതിന്റെ 211 പേജ് 8-ാമത്തെ വാള്യം. ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണെന്ന് അല്ലാമ ഹാഫിദുൽ ഹൈസമി. നീ ന്യൂനതകളൊന്ന് പറയും. ഹൈസമിക്ക് തിരിയാത്ത ന്യൂനതകളൊന്ന് പറയൂ മുജാഹിദുകളെ. നിങ്ങളെ വെള്ളം കുടിപ്പിച്ചേ വിടൂ. നിങ്ങളെന്തിനാ പറഞ്ഞത് ന്യൂനത ഉണ്ട്? ഞങ്ങൾ തെളിയിച്ച നീനല്ലോ. മൂപ്പര് പറയും സനത് നിങ്ങൾ വായിക്കി, മത്ത് നിങ്ങൾ വായിക്കി, ഞങ്ങൾ പറഞ്ഞുതരാം. എന്നാ പിന്നെ ആദ്യം അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിങ്ങളെന്തിനാണ് 2 ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്? പച്ചക്കളവല്ലേ അത്? പച്ചക്കളവ്. ഹദീസിന് 2 ന്യൂനതയുണ്ട് എന്ന് ആലുവാ സംവാദത്തിൽ വന്ന് പച്ചക്കള്ളം. കദ്ദാബൂന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലെങ്കിൽ തെളിയിക്കൂ ഈ സനദിലെ, ഈ ഹദീസിന്റെ സനദിലെ ഓരോന്നോരോന്ന് പറയാ. ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ആരാ പറഞ്ഞു എന്നല്ലേ ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഓരോന്നോരോന്ന് പറയാ. ഹദീസിന്റെ സനദിൽ 2 ന്യൂനതകളുണ്ട് എന്നല്ലേ പറഞ്ഞത്? അത് തെളിയിക്ക്. അത് തെളിയിച്ചിട്ട് ഞങ്ങൾ പറയാം ഏറ്റവും വലിയ പണ്ഡിതനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പണ്ഡിതൻ വേണോ? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്, എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് പറയുക, നിങ്ങൾ വ്യവസ്ഥ ഒന്നുകൂടി വായിക്കണം. പ്രമാണങ്ങൾ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, അല്ല ഇജ്മാ, ഖിയാസ്. അങ്ങനെയുണ്ടോ? സ്വഹീഹായ ഹദീസ് പറഞ്ഞാൽ പിന്നെ ഒരു പണ്ഡിതന്റെ വാക്ക് കൂടി വേണം. എവിടെ വ്യവസ്ഥയിലുള്ളത്? അത് ഞങ്ങൾ തെളിയിച്ചു തരാം. തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതാണ് നമ്മുടെ കരിമ്പിലാക്കലിന്റെ ഒരു പ്രയോഗമുണ്ട്, ലത്തീഫ് കരിമ്പിലാക്കൽ. മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ എന്നത് അയാൾ പറയില്ല. എങ്ങനെയാണെന്ന് അറിയാം? അപ്പുറത്തെ മടവൂരിയ മതത്തെ അറിയുക പ്രമാണിമാരിലൂടെ എന്നാണ് നിങ്ങൾ പറയേണ്ടതെന്നാണ്. മതത്തെ പ്രമാണിമാരിലൂടെ അറിയണം. അതാ പ്രമാണം ഉണ്ടായിട്ടല്ല എന്ന് കരിമ്പിലാക്കൽ പറഞ്ഞതാണ്. ഞാൻ ആ വാക്ക് കടമെടുത്ത് പറഞ്ഞതാണ്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് സ്വീകരിച്ചില്ല, പ്രമാണം സ്വീകരിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി അപ്പുറത്തേക്ക് പോയി ഹിജ്റ 300 വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം അബൂ യഅലയുടെ കിതാബ് എടുക്കുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് സ്വീകരിക്കണമെന്ന ആ ആശ മൂത്തത് കൊണ്ട് തന്നെ. പിന്നെ സാക്കിർ വിട്ടിട്ടില്ല. അതുമുണ്ട്, മജ്മഉ സവായിദുമുണ്ട്. അറിയോ? മുസ്നദ് അബൂ യഅല ആട്ടോ ഹദ്ദസനാ അഹ്മദ് ഇബ്നു ഈസ. എന്താണ് കുഴപ്പം? അഹ്മദ് ഇബ്നു ഈസക്ക് എന്താണ് കുഴപ്പം? ഹദ്ദസനാ ഇബ്നു വഹബ്, രണ്ടാമത്തെ ഇബ്നു വഹബിന് എന്താണ് കുഴപ്പം? അബൂ സുഹർ, എന്താണ് അബൂ സുഹറിന് കുഴപ്പം? ഇങ്ങനെ ഓരോ വ്യക്തികളെയും എടുത്തു ചോദിച്ചു. ഇതാണ് നമ്മൾ ഇപ്പൊ നടന്ന ആലുവ 2ാമത്തെ സംവാദത്തിൽ മൗലവിയോട് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ഹദീസിന്റെ സനദ് ഒന്ന് വായിക്കണം. മൗലവി പറഞ്ഞു, ഞാൻ വന്ന സനദ് വായിക്കാനല്ല. നമ്മൾ ചോദിച്ചു, പിന്നെ പായസം കുടിക്കാൻ വന്നതാണോ? അല്ലാതെ ചോദിക്കാനാ? സനദ് വായിക്കാൻ വന്നാ പിന്നെ സനദ് വായിക്കണ്ടേ? ഹദീസ് സ്വഹീഹാക്കണ്ടേ? നമ്മൾ ആൺകുട്ടികളായി വായിച്ചു കൊടുത്തില്ലേ? ഇതുപോലെയല്ലേ വായിക്കേണ്ടത്? പോരാ, അവസാനം ഞങ്ങൾ എടുത്തു അൽബാനിയുടെ ഗ്രന്ഥം. അൽബാനിയുടെ ഗ്രന്ഥം. ആരാ അൽബാനി? ഈ അടുത്ത് മരിച്ചുപോയ നാസിറുദ്ദീൻ അൽബാനി. അദ്ദേഹത്തിന്റെ കിതാബ് ഞങ്ങൾ എടുക്കുന്നു. അസ്സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ. അൽബാനി ആരാന്നറിയോ? മുജാഹിദിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി എല്ലാ ഹദീസിനെയും ദഈഫാക്കലാണ്. പക്ഷേ ഈ ഹദീസ് ഏറ്റവും സ്വീകാര്യമാണെന്ന് അൽബാനിയും പറഞ്ഞു പോയി. മുജാഹിദുകളെ കഷ്ടക്കാലം തന്നെ. അതെടുത്ത് നമ്മൾ വായിക്കുന്നു. കേൾപ്പിച്ചു കൊടുക്കും, വേഗം കേൾപ്പിച്ചു കൊടുക്കും. നിങ്ങൾക്ക് പറ്റിപ്പോയി. എരി പിടിച്ചോ അടുത്തത്. താരീഖ് ഇബ്നു അസാക്കിർ, അവിടെ നിന്നാണ് തുടക്കം. മജ്മഉ സവായിദ് 2, അബൂ യഅല 3. ഇനി അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ സ്വന്തം അൽബാനി. അത് രീതികൾക്കൊന്നും പറയാറില്ലല്ലോ. അൽബാനിയുടെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സ്വഹീഹായ ഹദീസുകൾ മാത്രം പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലതാ പറയുന്നു കേട്ടോ, ഇതിന്റെ 2733ാമത്തെ ഹദീസ്. എന്നിട്ട് പറഞ്ഞു, ഈ ഹദീസിന്റെ മത്തിന് മുഴുവൻ വായിക്കണം. വായിക്കാൻ ഞങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ ആവശ്യമുള്ളത് ഞങ്ങൾ വായിച്ചു കളഞ്ഞു. അത് വായിച്ചു തന്നിട്ടുണ്ട്. രേഖ എന്താണ്? ഞങ്ങളുടെ ഭാഗം നിങ്ങൾ നിർവചനം പഠിക്കലാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ആ മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ എന്തായി പോകും? അത് ശിർക്കാണ്, പ്രാർത്ഥനയാണ്. അത് പൊളിഞ്ഞു. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശ്വസിക്കുന്ന വ്യക്തി വിളിക്കുകയില്ല എന്നല്ലേ നിങ്ങളുടെ വാദം? പൊളിഞ്ഞില്ലേ മൗലവി? എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ സനദും വായിക്കണം. അത് ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചത്? പുതിയ ഉസൂലികൾ ഉണ്ടാക്കല. ഞങ്ങൾ പറഞ്ഞ സനദിന് എന്താണ് കുഴപ്പം? എന്നിട്ട് എന്താ അൽബാനി പറഞ്ഞത് കേട്ടോ?
അഖ്റജഹു അബൂ യഅല ഫീ മുസ്നദിഹി. ഈ ഹദീസിനെ അബൂ യഅല മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതുകൂടി വായിച്ചപ്പോ മൗലവിയുടെ കാറ്റ് മുഴുവൻ പോയി. അപ്പയാൾ ഇങ്ങനെ ചിന്തിച്ചു, രക്ഷപ്പെടാൻ എന്താ വഴി? അപ്പയുണ്ട് നമ്മുടെ വേക്കൊരു മൗലവി, ഫൈസൽ മൗലവി. അയാൾ ഈ ഹദീസ് തന്നെ കണ്ടിട്ടില്ല, അവരൊറ്റൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് ബേജാറിൽ ഇങ്ങനെ നോക്കുകയാണ്, കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നോക്കി, ഇവിടെ ഈ കിതാബ് അസ്സൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ അവങ്ങനെ കിട്ടി സാധനം. അവങ്ങനെ വായിച്ചു നോക്കി. അപ്പൊ ഈ ഹദീസ് അൽബാനി പറയുന്നുണ്ട്, അതിന്റെ 12 വരി അപ്പുറത്തിൽ ഇങ്ങനെ നോക്കിയപ്പോ ഫീഹി ഇല്ലതാനി എന്ന് കണ്ടു. അതിന്റെ അർത്ഥം അതിൽ 2 ന്യൂനതയുണ്ട്. ഉടനെ ഒന്നും ചിന്തിക്കാതെ കായക്കൊടിയോട് പറഞ്ഞു, പേടിക്കണ്ട, ഇതിൽ അൽബാനി പറയുന്നുണ്ട് ഫീഹി ഇല്ലതാനി, അതിൽ 2 ന്യൂനതയുണ്ടെന്ന് പറയുന്നുണ്ട്. സംഗതി എന്താണെന്നറിയോ? അൽബാനി പറഞ്ഞു, പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഹദീസ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ മൗലവി ബേജാറ് കൊണ്ട് കണ്ടില്ല. ഫീല്ലത്താനി പറയുന്നുണ്ട്, അത് വേറെ ഹദീസിനെ കുറിച്ചാണ്. ഈ ഹദീസ് ഏറ്റവും സഹിയാണെന്ന് പറഞ്ഞ അൽബാനി തന്നെ. പിന്നെ അത് മോശമാണെന്ന് പറയൂല. അത് പറഞ്ഞ് അതിന്റെ ഇടയ്ക്ക് ഹദീസ് മാറുന്നുണ്ട്. അപ്പോ ബേജാറ് കൊണ്ട് നോക്കിയപ്പോ കണ്ടില്ല, അതങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. പച്ചക്കള്ളം പറയട്ടെ, അത് നമ്മുടെ കായക്കൊടിക്കാരൻ പറയുന്നുണ്ട്. കണ്ടോ? കഥ കഴിഞ്ഞു. മുസ്ലിയാക്കന്മാരെ, നിങ്ങളുടെ അൽബാനിയെ നിങ്ങൾ എടുത്തില്ലേ? ആ വായിച്ചതിന്റെ താഴെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യം, വഫീഹി ഇല്ലതാനി. നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ വായിക്ക്, വഫീഹി ഇല്ലതാനി. ഞാൻ പറഞ്ഞ ന്യൂനതയുണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഇല്ലവട്ടോ, നമ്മൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് അൽബാനി വഫീഹി ഇല്ലതാനി എന്ന് പറഞ്ഞിട്ടേയില്ല. ഞാനിവിടെ വെച്ചും പറയുന്നു, എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെ, ഒന്നാത്മാർത്ഥതയോട് ഈ വിഷയം നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ഒരൊറ്റ വാക്ക് ഈ മുസ്ലിമീങ്ങളെ സാക്ഷ്യത്തിൽ പറയട്ടെ. ഞങ്ങൾ ഉദ്ധരിച്ച അൽബാനിയുടെ ഹദീസിനെ കുറിച്ച്, അബൂ യഅല ഇമാമിന്റെ ഹദീസിനെ കുറിച്ച് അൽബാനി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതായി തെളിയിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇതേ സ്ഥലത്ത് വന്ന് മുജാഹിദിന് വേണ്ടി പ്രസംഗിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കേട്ടോ. ഇതൊരു വെല്ലുവിളിയാണ്, ദേഷ്യപ്പെടുത്താനല്ല, സത്യം ചിന്തിക്കാനാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. ഇത് കണ്ടോ നിങ്ങൾ, ശബാബാണെന്നുകയിൽ ഇതിലതാ സലാം സുല്ലബി എന്ന ഇവരുടെ നേതാവ് ലേഖനം എഴുതുന്നു. അബദ്ധം സമ്മതിക്കാതെ കരണം മറിയുന്നവർ ഇതിലതാ സുല്ലബി പറയുന്നു, എന്റെ ശിഷ്യന്മാരെ, നിങ്ങൾ എന്നെയും നാണം കെടുത്തിയല്ലോ. കായക്കൊടിയോട് സുല്ലബിയുടെ ഉപദേശമാണ്. 12 വരി കട്ടിട്ട് മറ്റൊരു ഹദീസിനെ കുറിച്ച് പറഞ്ഞ വാചകം അൽബാനി ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞതായി വായിച്ചത് എന്തിനാണ്? ശിഷ്യന്മാരോട് സുല്ലബിയുടെ ചോദ്യമാണ്. എന്നിട്ട് അവസാനം പറയുന്നു, നിങ്ങൾക്ക് അറബി അറിയില്ലെങ്കിൽ അറബി അറിയുന്ന ആരുടെയെങ്കിലും സമീപത്ത് പോയി അതൊന്ന് വായിപ്പിച്ചു നോക്കിക്കൂടായിരുന്നോ? അവസാനം പറഞ്ഞു, ആലുവ സംവാദം കാണുകയും കേൾക്കുകയും ചെയ്ത ശേഷം വീണ്ടും ഈ കൗമിന്റെ കൂടെ തന്നെ നിൽക്കുന്നവരെ നന്നാക്കാൻ മനുഷ്യർക്ക് കഴിയുകയില്ല. വളരെ വ്യക്തമായി സുല്ലമി എഴുതി വെച്ചു. പാവപ്പെട്ട ഞങ്ങൾ വീണ്ടും പ്രസംഗിച്ചു. അതാ പക്ഷേ ഇവര് അണികളെ പറഞ്ഞ് പിന്നെയും പറ്റിച്ചു. ഇതാ ഹദീഫ്, അതിന്റെ താഴെ ഇതാ ഫീഹി ഇല്ലതാനി, ഇങ്ങനെ പ്രസംഗിച്ചു നടന്നു. അവസാനമതാ സത്യം പുലരുന്നു. ഇത് ഇസ്ലാഹ് മാസികയാണ്. അതേ കായക്കൊടിയുടെ സ്വന്തം ഇസ്ലാഹ്. ഈ ഇസ്ലാഹിലതാ കാണുന്നു, ആലുവ സംവാദവും മടവൂരികളും ഇതിനതാ പറയുന്നു. അതേ ആലുവയിൽ വെച്ച് വഫീഹി ഇല്ലതാനി എന്ന് അൽബാനി പറഞ്ഞത് സുന്നികളെ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ചല്ല, മറ്റൊരു ഹദീസിനെ കുറിച്ചാകുന്നു. ആരാ പറഞ്ഞത്? നിങ്ങളുടെ ഇസ്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവാണ് സത്യം. ബഷറിൽ വരും, പാവപ്പെട്ട ഞാനും വരും, അൽബാനിയും വരും, ഹനീഫ മൗലവിയും വരും. അതേ പാവപ്പെട്ട നിങ്ങളവിടെ അൽബാനിയുടെ കിതാബ് കൊണ്ടുവരില്ലേ? തീർച്ചയായും വരും. വായിപ്പിക്കുകയില്ലേ? വായിപ്പിക്കും കേട്ടോ. ഇല്ലത്താനി എന്ന് ഞങ്ങൾ പറഞ്ഞ ഹദീസിനെ കുറിച്ച് അങ്ങനെ ഒരു വാചകം അൽബാനി പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇതാ
ദുന്യാവിൽ വെച്ച് സമ്മതിപ്പിച്ച പോലെ മുജാഹിദ് പ്രവർത്തകരെ ആഖിറത്തിൽ വെച്ച് കോടാനക്കോടി ജനങ്ങളെ മുമ്പിൽ വെച്ച് അത് വായിപ്പിക്കാതെ ഞങ്ങൾ അടങ്ങുകയില്ല എന്ന സത്യം ഇനിയെങ്കിലും തിരിച്ചറിയണം കേട്ടോ. അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? കളവ് പറഞ്ഞാൽ പോരല്ലോ, അത് സ്ഥാപിക്കാനും പഠിക്കണ്ടേ. സലാഹി ഒന്ന് ഉപദേശിക്കട്ടെ. അവര് ഈ ഉപദേശമെങ്കിലും ഒന്ന് കേൾക്ക്. നിങ്ങൾ നോണ പറയാൻ പഠിച്ചാൽ പോരടോ, അത് സ്ഥാപിക്കാൻ കൂടി പഠിക്കണം. നോണ പറയാൻ പഠിച്ചാൽ പോരടോ, അത് സ്ഥാപിക്കാൻ കൂടി പഠിക്കണം. ഈ ഉപദേശമെങ്കിലും ഒന്ന് കേട്ടുകൂടെ? ഞാൻ പറയുന്നത് ഇങ്ങനെ പോയാൽ ആഖിറം കാണുമോ? ആഖിറത്തിൽ സ്വർഗം കാണുമോ? ഞാൻ ചോദിക്കട്ടെ, ഏത് പ്രസംഗമാ മുജാഹിദ് തിരുത്താത്തത്? പഴയകാലത്ത് പറഞ്ഞതൊക്കെ മാറ്റി. ഈ മുജാഹിദിന്റെ കളിയിൽ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് നന്നായിക്കോ. ഇവര് പറയുന്നതൊന്നും സ്ഥിരമുള്ളതല്ല. അത് നമ്മുടെ സക്കരിയ സലാഹി തന്നെ അതാ അയാൾ ആദ്യകാലത്ത് പറഞ്ഞതിന് അയാൾ തന്നെ പിൻവലിക്കുന്നു. ഒന്ന് കാണിച്ചു കൊടുക്കുക. ഈ സലാസുല്ലം ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിയിൽ ഇസ്ലായി പ്രസ്ഥാനം രക്ഷപ്പെട്ടു. അള്ളാഹു പുറത്തു തരട്ടെ. ഇത് തൗഹീദിന്റെ വിഷയമല്ലേ? ഇയാളെ പ്രസംഗം കേട്ട് ഒരുപാട് മുജാഹിദുകൾ തെറ്റിദ്ധരിച്ചു, അതവര് വിശ്വസിച്ചു, അവര് മരിച്ചുപോയില്ലേ? അവരുടെ അവരിൽ അവരിപ്പോൾ ഈ മൗലവി തിരുത്തിയതറിയുമോ? ഇയാളോട് ചോദിക്കട്ടെ, പാവപ്പെട്ട മുജാഹിദുകൾ മരിച്ചുപോയി, അവരെ നിങ്ങൾ എന്ത് ചെയ്യും കേട്ടോ? ഏതാ മാറ്റാത്തത്? മുജാഹിദ് പ്രവർത്തകരെ ചിന്തിച്ചോ. മറ്റു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് കാലത്ത് പറഞ്ഞു നാരിയ സ്വലാത്ത് പാടില്ല, താജ് സ്വലാത്ത് പാടില്ല, ഒരൊറ്റ സ്വലാത്തും പാടില്ല. നിബിധങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് പറ്റൂ. സലാഹി പറയട്ടെ ഇതൊന്ന്. നാരിയ സലാത്ത് അതൊക്കെ ഉള്ളത് തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബിലൊന്ന് കാണിച്ചോണ്ടാ. ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തൊരു ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. കേട്ടല്ലോ നിങ്ങൾ. പക്ഷേ കാലം കുറെ കഴിഞ്ഞു. നമ്മൾ പല സ്ഥലത്തും ഗണ്ണനം നടത്തി, വാദപ്രതിവാദം നടത്തി. ഇപ്പൊ അതേ നാവുകൊണ്ട് അയാൾ പറയുന്നു, ഏത് വചനം കൊണ്ടും സ്വലാത്ത് ചൊല്ലാം, ഏത് ഭാഷയിലും സ്വലാത്ത് ചൊല്ലാം. നബിയെ ഇല്ലാത്തത് പറയരുത്, അത്രയേ ഉള്ളൂ. ആർക്കും പറയാം. നബി പഠിപ്പിച്ച സ്വലാത്ത് തന്നെ പറയണമെന്നില്ല. അത് അതേ നാവുകൊണ്ട് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയണം, അല്ലാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റുമില്ല അതില്. ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്. ഒരു പ്രശ്നമല്ല. അപ്പൊ ഏത് പദം ഉപയോഗിച്ചുമാകാം. അത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ദ്വാരുന്നത് പോലും തെറ്റിപ്പോയി. നബി തങ്ങളെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിനാണ് ആദ്യം വരുന്നത്. നബിന്റെ കാര്യത്തിലാണ് ഇപ്പൊ മൂപ്പര ബേജാറുള്ളത്. മൂപ്പരേതായാലും ഉറപ്പാണെന്ന തോന്നലാണ്. നോക്കൂ നിങ്ങൾ, ഇത് മനസ്സിന്റെ ശുദ്ധിയില്ലാത്തത് കൊണ്ട് വരുന്ന തകരാറുകളാണ്. ഇപ്പോ അത് മാറ്റി ഏത് ഭാഷയിലുമാവാം. സുബ്ഹാന ജല്ല ജലാലുഹു. കഴിഞ്ഞ നോമ്പിന്റെ ഒരാഴ്ച മുമ്പ് വല്ലപ്പുഴയിൽ വെച്ച് പാവപ്പെട്ട ഞങ്ങളൊരു വ്യവസ്ഥക്ക് പോയി. അല്ലെങ്കിൽ സഖാഫി കൂടെയുണ്ട്, മുഹമ്മദ് രാമന്തലിയുണ്ട്, എല്ലാവരുമുണ്ട്. ചെന്നപ്പോ ഒരു ഐക്യവേദിക്കാരുണ്ടാക്കിയ ഒരു സദസ്സാണ്. നമ്മൾ പറഞ്ഞു മൗലിദ് തന്നെ എടുക്കുക നമ്മളെ വിഷയം. ഒക്കെ മൗലിദ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ഉമർ മൗലവിയും അതുപോലെയുള്ള ആദ്യകാല മുജാഹിദ് നേതാക്കളും അവരതാ ഈ കാലഘട്ടത്തിൽ ഇതുവരെ അവർ പഠിപ്പിച്ചത് മൗലിദ് ഓതിയാൽ കാഫിറാണെന്നാണ്. എല്ലാ മൗലിദും ഏത് മൗലിദ് ഓതിയാലും എല്ലാ മൗലിദിന്റെ സർവവചനങ്ങളും അത് കുഫ്രിയത്തുള്ളതാണെന്നാണ് എഴുതിവിട്ടത്. ഞങ്ങളെ ഒന്നാമത്തെ വാദം മൗലിദ് ഓതിയാൽ കാഫിറാകുമെന്ന മുജാഹിദ് വാദം തെറ്റാകുന്നു. മൗലവി ഞങ്ങൾക്ക് ഇന്നൊരു വാദമേ ഇല്ല. ഹലോ,
ഉമർ മൗലവിയെ തള്ളിക്കളഞ്ഞു. മൂപ്പര് പറയാണ് മൗലിദെല്ലാം ശിർക്കാണ്, ഞങ്ങൾക്ക് പാടില്ല. പിന്നെ മൗലിദിന്റെ ചില ഭാഗത്ത് ചില ശിർക്കുകൾ ഉണ്ട് എന്നല്ലാതെ മൊത്തം മൗലിദ് ശിർക്കാണെന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഉമർ മൗലവിയെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അയാളൊരു ചോദ്യം, സുബ്ഹാനല്ലദീ തുലാ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅവജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദ. ഇത് ശിർക്കാണോ? നമ്മളത്തെ ശിർക്ക് എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. ഒന്ന് കണ്ടോളൂ വല്ലപ്പോഴുള്ള അവസ്ഥ കാണിച്ചു. ഇതിന്റെ പേരിൽ വളരെ ശക്തമായ തട്ടിപ്പിൽ നടക്കുന്നുണ്ട്. ഞാൻ പറയാം എന്താണറിയോ? 5 മൗലിദെ സുന്നികൾ അംഗീകരിക്കൂ എന്ന് അലവി സഖാഫി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് പല അണികളെയും പറ്റിക്കാറുണ്ട്. അതിന്റെ CD മുഴുവനായി കാണാത്തത് കൊണ്ടാണ് നമ്മളൊരു ആളൊന്നും പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്ക് പറഞ്ഞു, മൗലവിമാരെ 10,000 മൗലിദുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരൊറ്റ ദിവസം സമ്പാദനം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യത്തെ ദിവസം ഒരു 5 മൗലിദുകൾ 10,000 ഉറപ്പാണ്. അത് എണ്ണി പറയാൻ ലക്ഷക്കണക്കിന് കോപ്പികളുണ്ട്, കഴിയില്ല. പിന്നെ ഐക്യവേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇതിലേത് മൗലിദൊക്കെയാണ് അംഗീകരിക്കുക? ഞാൻ പറഞ്ഞു പലതിനും കളവുണ്ട്. കളവാണെങ്കിൽ ഞാൻ കാണിച്ചു തരപ്പോൾ ഒരു കളവിലുണ്ട്, ഒരു അബദ്ധത്തിലുണ്ട്, അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് അതാണ്. കണ്ടോ, ബദർ ദിവസം 11,000 ആളുകൾ കുഫാറുകൾ ഒളിച്ചോടിയെന്ന ബദർ ദിവസമാകാൻ 1000 ആളാണുള്ളത്. അത് 11,000 ഇവർ കടത്തിക്കൂട്ടിയതാണ്. ഇതിന്റെ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞല്ലോ ഇത്തരം മൗലിദാരികൾക്ക് വിതാബുകൾക്ക് വീടുകളിൽ കൊണ്ടുപോയവർ അത് പരിശോധിക്കണം, ചിന്തിക്കണം. ഞങ്ങൾക്കറിയാം ഇവർ കുറെ കടത്തിക്കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മുസ്ലിം വീടുകൾക്കായി മൗലിദ് കിതാബുകൾ സജ്ജീകരിച്ചത്. സഹിയാക്കപ്പെട്ട മൗലിദുകൾ സഹിയാണിത് ഉറപ്പുള്ളതാ, ഇത് ഓതിക്കോളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഉറപ്പുള്ളത് ഇത്രയുമുണ്ട്. അത് നമ്മൾ വെച്ച് പ്രതിവാദം ചെയ്യാം, അതിനും തയ്യാറല്ല. പിന്നെ ഒന്നിനും തയ്യാറല്ല. ലക്ഷക്കണക്കായ കോപ്പിയുടെ പേര് കിട്ടണം. ഇത് വളരെ പ്രതിവാദം നടക്കാനാണോ അതോ മുടക്കാനാണോ? ബുദ്ധിയുള്ളവർ ചിന്തിക്കേണ്ടതില്ലേ? ഇത് നടക്കണമെന്ന് കരുതി പറയുകയാണോ അല്ലാത്തതാണോ? നിങ്ങൾ അംഗീകരിക്കുന്ന മൗലിദ് കിതാബുകൾ ഏതൊക്കെയെന്ന ലിസ്റ്റ് ഞാൻ പറഞ്ഞു. 10,000 ലക്ഷക്കണക്കിന് കോപ്പിയുണ്ട്. അത് തെളിയിക്കണം, ഇവിടെ വെച്ച് എഴുതിത്തരണമെന്ന് പറഞ്ഞാൽ ആരോടാ അത് പറയുന്നത്? എന്താണ് ഇവർ ഈ പറയുന്നത്? ഈ ഐക്യവേദിക്കാർ ഞങ്ങളോട് പറഞ്ഞത് ഈ പറഞ്ഞ മൗലിദുകളിൽ ഉറപ്പുള്ളത് നിങ്ങൾക്ക് അംഗീകരിക്കാവുന്നത് ഏതാണ്? അതിനാണ് ഞങ്ങൾ ഈ മറുപടി പറഞ്ഞത്. അല്ലാതെ ആകെ 7 അംഗീകരിക്കുന്നുള്ളൂ എന്നല്ല. നിങ്ങൾ അതെങ്കിലും പഠിക്കണം, മനസ്സിലാക്കണം. ഞാൻ എന്റെ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതാ 10,000 ഞങ്ങൾ അംഗീകരിക്കുന്നത് തന്നെ ഉണ്ട്. അതിന്റെ ലിസ്റ്റ് തരാൻ പ്രയാസമാണെന്നാണ് ഞങ്ങൾ പറഞ്ഞത്, ഇല്ലാതല്ല. ഇവർ ചോദിച്ചു ഇതിൽ നിന്ന് ഞങ്ങൾ അംഗീകരിക്കാം. അതിന് മറുപടിയാ മൗലവി അത് പറഞ്ഞത്. കഥ ഇല്ലാതെ നിങ്ങൾ എന്തെങ്കിലും പറയരുത്. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പറയുന്നത് പോലെയല്ല, ഞങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളുകളാ. ഞങ്ങളോട് ഇത് പറയരുത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതാ ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള സുന്നികളെ ഇറക്കിയിട്ടുള്ള സഹീഹാക്കപ്പെട്ടിട്ടുള്ള മൗലിദുകൾ, ഈ മൗലിദിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ വാദപ്രതിവാദത്തിന് വെക്കാം. ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ 100 തവണ തയ്യാറാണ്. അതിന് നിങ്ങളുണ്ടോ? അതിന് നിങ്ങൾ മാന്യമായി സമ്മതിച്ചുകൊണ്ട് ഈ വാദപ്രതിവാദം നടക്കണമെന്ന ചിന്തയോടെ ഈ ചർച്ചയിൽ പുരോഗമനാത്മകമായി മുന്നോട്ട് വരണമെന്നാണ് വളരെ വിനീതമായി നിങ്ങളോടും നേതൃത്വം കൊടുക്കുന്ന ഐക്യസംഘത്തോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. സമയം അതിക്രമിച്ചു 12:15 ഈ കാര്യം നമുക്കറിയാം. വെറുതെ ചർച്ച നീട്ടിക്കൊണ്ടുപോയി ഇതിൽ സുന്നികൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയണ്ട. ഉറപ്പുള്ള മൗലിദ് ഞങ്ങൾ ഇത് പറയുന്നു. ഇനി ബാക്കി ഉറപ്പുള്ളത് ഏതാ നിങ്ങൾക്ക് നിർബന്ധമാണോ? വാദപ്രതിവാദ ദിവസം ചോദിച്ചോളൂ, ഞങ്ങൾ അപ്പോഴേക്കും ലിസ്റ്റ് എടുത്ത് തരും. പിന്നെന്താ? അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ ഈ 10,000 കൊടുത്തിന്റെ കോപ്പിയുടെ പേജ് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് അപ്രായോഗികമാണ്, ചിന്താശൂന്യമാണ്, വയസ്സുപ്രായം അധികമായിട്ട് കാര്യമില്ല. ഇത് ചിന്തിക്കണം എന്നത് തന്നെയാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അങ്ങനെ പോകുന്നുണ്ട്. 8 മണിക്കൂറുണ്ടത്. അതിൽ ഞങ്ങൾ പറഞ്ഞതാണ് 5 മൗലിദ് ഒരു ദിവസം, അടുത്ത ദിവസം വേറെ 5. അങ്ങനെ പോകട്ടെ. സമ്മതിച്ചില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. അതിന്റെ എല്ലാ കുറിപ്പുകളും എന്റെ കമ്പ്യൂട്ടറിലുണ്ട്. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് സ്നേഹത്തോടുള്ള ഉപദേശം നമ്മളൊന്നും അന്യായമായി പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് നല്ലതേ പറയാറുള്ളൂ. ഇപ്പൊ ഓരോരുമാരും ഈ വലിയ ജൈത്രയാത്ര കാണുമ്പോ ഈ നേതാക്കൾ ഇപ്പൊ പറയുന്നത് മർക്കസ് പൂട്ടണമെന്നാണ്. മർക്കസ് പൂട്ടാതെ യാതൊരു രക്ഷയുമില്ല. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട് ഇവിടെ, വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ ഫതഹായി. ഞാൻ ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഈ മർക്കസു സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പട്ട് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി നമ്മൾ ഈ കേരളം. ഗ്യാരണ്ടിയാണിത്. കാലഘട്ടത്തിന്റെ ചരിത്രത പറയുന്നത്. കേരളത്തെ രാജ്യമാക്കുന്ന മുമ്പിൽ പറയുന്നത്
കേരളത്തിലെ രാജ്യമൊക്കെ ഒരൊറ്റ നിബന്ധന മർക്കസാണ് കൂട്ടിക്കൊടുത്താൽ മതി. ആ വ്യാമോഹമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. മർക്കസ് സഹാഫത്ത് സുന്നിയും അതുപോലെ തന്നെ ജാമിയ അഹിയായ സുന്നയും അതുപോലെ സഅദിയയും സിറാജുൽ ഹുദയും ഒക്കെ വളർന്നു വരട്ടെ. ഇവിടെ ഇൻഷാ അല്ലാഹ് എല്ലാ സാധാരണക്കാരായ മുജാഹിദുകൾക്കും ഞങ്ങൾ ഇവരെ കഥകൾ പറഞ്ഞു കൊടുക്കും കേട്ടോ. മറുപടി വെച്ചതുകൊണ്ടൊന്നും കാര്യമാകൂല. കാരണം ഞങ്ങൾ ഓപ്പൺ സ്റ്റേജാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കാം, ഏതും ചോദിക്കാം. നിങ്ങൾ യാതൊരു നിബന്ധനയുമില്ല. നിങ്ങൾ കയറി വന്നാൽ മൈക്കങ്ങ് വരും. അതേ രൂപത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്ന് ഒരു വാദപ്രതിവാദം നടത്താൻ, ഒരു മുഖാമുഖം നടത്താൻ മുജാഹിദ് പാളയത്തിൽ ആളുകളില്ല കേട്ടോ. ഉള്ള ആളുകളെ അവസ്ഥയാണ് നേരത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെയല്ലേ ഇതേ ഒരു വേറൊരു സ്ഥലത്ത് പറയുന്നു, മുസ്ലിയാക്കന്മാരെ മുഴുവനും അതാ ചങ്ങലയിടാം, അല്ലാതെ രക്ഷയില്ല. എല്ലാ വാദപ്രതിവാദത്തിനും നേതാക്കളെ തോൽക്കുന്നു. തോറ്റിട്ട് മാത്രമേ മുജാഹിദ് തെറ്റിയിടാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവന്മാര് പറയുന്നത് ഇതാ ഈ മുസ്ലിയാക്കന്മാരെ മുഴുവനും കെട്ടിയിടണമെന്നാണ്. കേട്ടോ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ സ്നേഹമുണ്ടോ? ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക, കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റി കൊടുക്കുകയും ചെയ്യുക. ഒരു 5 കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട, പിടിച്ചു കെട്ടിയാൽ മതി. വേദനിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. പിടിച്ചു കെട്ടുക, കെട്ടിയിടുക, എന്നിട്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ മോചിപ്പിക്കുക, അവർക്ക് സ്വർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുക. ഞങ്ങളെയൊക്കെ ഒന്ന് കെട്ടിയിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ വഴിവേൽപ്പിക്കുന്ന വഴി അത് ഈ സമുദായത്തിന് വേണ്ട. അങ്ങനെ ഒരാളെപ്പോലും കെട്ടിയിട്ട് എവിടെയും എത്തിക്കാൻ കഴിയുകയില്ല. ഞങ്ങൾ സാധാരണക്കാരായ പ്രവർത്തകരോട്, മുജാഹിദുകളോട് നേതാക്കളുടെ കള്ളക്കളികൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാഹു ഹിദായത്ത് തന്നവർക്ക് നന്നാവുകയും ചെയ്യും. അത് കായക്കൊടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കായക്കൊടി പറഞ്ഞത്, ഇല്ല കേട്ടോ ഇവരെ ചങ്ങലയിടാൻ കഴിയില്ല. ബാലുശ്ശേരിക്ക് പറഞ്ഞാൽ മതി, കെട്ടിയിടാനുള്ള ചുമതല കൊടുത്തത് കായക്കൊടിക്കാണ്. അയാൾ ഒരുപാട് കാലം നടന്നു നോക്കി. പക്ഷേ മൂപ്പർക്ക് ബോധ്യപ്പെട്ടു ഇത് ചങ്ങലയിടാൻ പറ്റിയ ടീമല്ല. അയാൾ പറയുന്നു ചങ്ങലക്കിടാൻ കഴിയില്ല. അത് നമ്മളെ കായക്കൊടി പറയട്ടെ. ഇവരെ നമുക്ക് ചങ്ങലക്കിടാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ മനസ്സിനെ ചങ്ങലക്കിട്ടോ. കണ്ടോ, അവ മൂപ്പർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് കേരള ജംഇയ്യത്തുൽ ഉലമ മുജാഹിദിന്റെ പണ്ഡിത സംഘടന പോലും വിളിച്ച് അവരത് ഉപദേശിച്ചതാണല്ലോ. എന്നിട്ടോ നേരത്തെ നിങ്ങൾ കേട്ടത് കൊല്ലണ്ട എന്നല്ലേ? അതേ ഒരു വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇതാ കൊല്ലുകയും വേണം, കൊല്ലാതെ രക്ഷയില്ല. ആ കൊല്ലുന്ന രംഗം വരെ ഇയാൾ കാണിക്കുന്നുണ്ട്. നന്നായി കണ്ടോളൂ. എപ്പോഴും കിട്ടുന്നതല്ല മൗലവിമാരുടെ കളികൾ. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. അതുകൊണ്ടാണ് ഇവർ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യുന്നത്? മുജാഹിദാവില്ലേ? പോയാലൊരു മുജാഹിദല്ലേ? പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താണ് ഇയാൾക്ക് പറ്റിപ്പോയത്? അപ്പൊ പിന്നെ ഇയാൾ നമ്മളൊക്കെ കൊല്ലണമെന്നാ പറയുന്നത്. പക്ഷെ അതുകൊണ്ടും കാര്യമില്ല. ഈ പുരോഹിതന്മാരെ മാത്രം കൊന്നാൽ രക്ഷപ്പെടൂല. പുരോഹിതന്മാരെ നമ്മൾ കളിയാക്കി പറയുന്ന ചെയ്യാം. സത്യത്തിൽ അവരാണ് പുരോഹിതൻ. അത് വേറൊരു കാര്യം ഇരിക്കട്ടെ. ഇയാളിങ്ങനെ ചിന്തിച്ചു, ഈ മുസ്ലിയാക്കന്മാരെ കെട്ടിയിട്ടുണ്ട് രക്ഷല്ല. കാരണം മദ്രസയിലെ കുട്ടികളെ പോലും കളിയാക്കാണ്. കാരണം റബീഉൽ അവ്വലിലല്ല റമദാനിലാണ് നബിദിനമെന്ന് പറയുമ്പോ ചെറിയ കുട്ടി വന്നത് ചോദിക്കുന്നു, മൗലവി നിങ്ങൾ വല്ല തൊപ്പിയൊക്കെ ധരിച്ച്, ചിലപ്പോ തൊപ്പിയില്ലാതെയും നിങ്ങൾ പ്രസംഗിക്കുമ്പോ റബീഉൽ അവ്വലിലല്ല റമദാനിലാണ് നിങ്ങൾ പ്രസംഗിക്കാറില്ലേ? നിങ്ങൾക്ക് മദ്രസയിൽ പോകാൻ ഏതായാലും ഭാഗ്യം കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങളെ മദ്രസയുടെ മുറ്റത്തോടെ ഒന്ന് നടന്നുകൂടെ എന്ന് നമ്മുടെ കുട്ടികൾ ചോദിക്കാൻ തുടങ്ങിയപ്പോ മൗലവിക്ക് വല്ലാത്ത ദേഷ്യം പിടിച്ചു. അതുകൊണ്ട് അയാളെന്ന് പറഞ്ഞുപോയി, സുന്നി മദ്രസയിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെയും തല പിരിച്ചു കൊന്നുകളയണം കേട്ടോ.
സുന്നി മദ്രസയിൽ പഠിച്ച എല്ലാ കുട്ടികളെയും തലപിരിച്ച് കൊന്നുകളയണമെന്ന് മൗലവി ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. അതേ ഒരു ഉമ്മ ആ ഉമ്മയുടെ കുട്ടിക്ക് സ്നേഹത്തോടെ മരുന്നൊഴിച്ചു കൊടുക്കുമ്പോ ഇങ്ങോട്ട് ചവിട്ടിയാലും അങ്ങോട്ട് ചവിട്ടാറില്ല. ഞങ്ങൾ പിന്നെയും പ്രമാണമാണ് പറയുക, പിന്നെയും ഖുർആനാണ് പറയുക. ഞങ്ങളെ കുട്ടികളെ കൊല്ലണമെന്ന് പറയുമ്പോ തീവ്രവാദികളാണെന്നും ഞങ്ങൾ പറയാൻ വന്നിട്ടില്ല. പക്ഷേ നിയമം പഠിച്ച രാംജത്ത് മലാരിയത്തോടെയുള്ളവർ, അവര് മുൻ കേന്ദ്രമന്ത്രിയായ അദ്ദേഹത്തെ പോലെ പഠിച്ച ആളുകൾ അവര് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ അതാ സുന്നി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ തലതിരിച്ച് കൊന്നുകളയണമെന്ന് മുജാഹിദ് മൗലവിയുടെ ഫത്വ. ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. ഞാൻ പറയുന്നത് വെറുതെ നിന്ന് വഷളാകല്ല. ഈ ടീമാണ് മുമ്പിലുള്ളത്. പാവം മുജാഹിദികൾ അവരെയും മൗലവിമാര് വഷളാക്കുന്ന ഓരോ രംഗങ്ങളും ഞാനിങ്ങനെ ചിന്തിച്ചുപോയി. വല്ലാത്ത രംഗങ്ങൾ. മുജാഹിദാണ് എന്ന് പറയാൻ തന്നെ പുറത്തു പറയാൻ മടിക്കുന്ന രംഗങ്ങളാണ് ഇവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുണ്ടാക്കിയ നേട്ടം പറഞ്ഞ് ഒരു മൗലവിയുടെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടുനോക്ക്. ഞാൻ പറയുന്നത് രക്ഷപ്പെട്ടോളൂ, ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടോളൂ. ഈ നേതാക്കളെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടോ. ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്? കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്തൊരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ നടക്കുകയായിരുന്നു എന്നല്ല. ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. ധരിപ്പിക്കാൻ നടക്കുകയായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞത്. വാദപ്രതിവാദത്തിന് ഈ നേതാക്കളെ പറ്റൂല. പാവാട അടിച്ചു നടക്കാതെ അത് ധരിപ്പിക്കുക. അത് ഞങ്ങളെ സഹോദരിമാരെ വേണ്ട. മുജാഹിദ് പ്രവർത്തകരെ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങളെപ്പോലും വഷളാക്കുന്ന ഈ മൗലവിമാരെ പിന്നിൽ നിന്നാൽ ആഹ്റം രക്ഷപ്പെടുമോ? പോവട്ടെ, ഞാനൊന്നും കൂടി പറയാം. 506 സെലക്ട് ചെയ്ത് ഇവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല. ഞാൻ പിന്നെയും ഒരു മൗലവി ഈ പറഞ്ഞ മൗലവിന്റെ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോ അയാൾ പറയുന്നു, അതേ ഇവിടെ പ്രവാചകന്മാരുടെ അനന്തരവാസി ഉണ്ടെങ്കിൽ അത് കാന്തപുരം എന്നതാണ് എന്നറിയാതെയെങ്കിലും ഇവർ പറഞ്ഞുപോയി കേട്ടോ. അതെവിടെയാണെന്നറിയോ? ഇയാളിങ്ങനെ പ്രസംഗിക്കുമ്പോ പറയുന്നു, ഒരു നാട്ടിൽ ഒരു പ്രവാചകൻ വന്നാൽ, ഒരു നാട്ടിൽ ഒരു നബി വന്നാൽ എല്ലാവർക്കും ചർച്ച ആ നബിയെക്കുറിച്ചായിരിക്കും. എല്ലാ രാഷ്ട്രീയക്കാരും ആ പ്രവാചകനെ കുറിച്ച് ചർച്ച ചെയ്യും. എല്ലാവരും എല്ലാ കൊട്ടാരത്തിലും കുടിലുമൊക്കെ ഇയാളെക്കുറിച്ച് ഈ നബിയെക്കുറിച്ചാണ് ചർച്ച. എന്നിട്ട് അയാൾ ചോദിക്കുന്നു, നമ്മളെക്കുറിച്ച് ആർക്കറിയാം? ഒരു കാന്തപുരത്തെ അറിയുന്നുണ്ടല്ലാതെ നമ്മളെക്കുറിച്ച് ആർക്കറിയാം? അതാ ഞാൻ പറഞ്ഞത്. അതേ പ്രവാചകന്മാരെ അനന്തരവാസിയാവാൻ അത് കാന്തപുരത്തിന്റെ അതേ അയൽവീങ്ങളുടെ നേതൃത്വം നൽകുന്ന സുന്നത്ത് ജമാഅത്ത് അതാണെന്നല്ലേ പറഞ്ഞത്. ബാലുശ്ശേരി തന്നെ പ്രഖ്യാപിക്കട്ടെ. പോയ വല്ലാത്തൊരു കാര്യത്തെ ഞാൻ പറ്റി പറയാം. പ്രവാചകന്മാരുടെ പ്രബോധനം ഖുർആനിലൂടെ വരച്ചു കാണിച്ച കേസിയുടെ പുസ്തകത്തിൽ ആ വിലാപം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിലാപം നമ്മൾ പ്രബോധനത്തിന്റെ ചരിത്രം പറയുന്ന പുസ്തകങ്ങളിൽ ആ വിലാപം നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ വിലാപം എന്ന് പറയുന്നത് ലോകത്തെവിടെയെങ്കിലും ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിച്ചിട്ട് ആ പ്രവാചകനെ അറിയാത്ത ഒരു മനുഷ്യരും ആ നാട്ടിൽ, അതായത് ആ പ്രവാചകൻ അറിയാത്ത ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല ആ നാട്ടിൽ. ഒരു പ്രവാചകൻ വന്നാൽ ആ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും മുഴുവൻ മേലാളന്മാരുടെയും മുഴുവൻ പ്രമാണിമാരുടെയും മുഴുവൻ ചെറ്റക്കുടിലുള്ളവരുടെയും മുഴുവൻ രാജകൊട്ടാരത്തിലുള്ളവരുടെയും ചർച്ച ആ പ്രവാചകന്മാരെ കുറിച്ചായിരുന്നു. നമ്മളെ കുറിച്ച് ആർക്കറിയാം? ഇസ്ലാമിക സംഘടനകളെ കുറിച്ച് ആർക്കറിയാം?
കേരളത്തിൽ പല സ്ഥലങ്ങളിലും ചെന്നാൽ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഒരു പക്ഷേ പബ്ലിസിറ്റി കൊണ്ട് ഒരു കാന്തപുരത്തെ അറിഞ്ഞേക്കാം, അല്ലെങ്കിൽ അത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ ഉസ്താദുമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, മുജാഹിദ് പ്രവർത്തകരെ, മറുപടിയല്ല ആവശ്യം, നിങ്ങളതാ സത്യം ചിന്തിക്കണം കേട്ടോ, സത്യം ചിന്തിക്കണം. അതേ, ഞങ്ങൾക്ക് സ്വതന്ത്രമായി ചോദ്യം ചോദിക്കാനുള്ള ഒരു വേദി അതാണ് വേണ്ടത്. അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഒരു വാദപ്രതിവാദം നടക്കട്ടെ. ആലുവയിൽ നടന്ന പോലെ, തോട്ടുമുഖത്ത് നടന്ന പോലെ, കോട്ടക്കലിൽ നടന്ന പോലെ, അതേ മഞ്ചേശ്വരത്തും മണമുട്ടത്തും മണ്ണാർക്കാട്ടും കൊട്ടപ്പുറത്തും നടന്ന പോലെ ഒരു വാദപ്രതിവാദം ഈ സ്ഥലത്ത് നിന്ന് നടക്കട്ടെ. അതിനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തയ്യാറായാൽ അന്ന് നിങ്ങൾക്കത് വ്യക്തമാകും കേട്ടോ. അല്ലാഹു നമുക്ക് സന്മാർഗം നൽകട്ടെ. ആധുനിക ഫാഷനുകൾക്കൊപ്പം ആഭിജാത്യത്തിന്റെ പൈതൃക വേഷമായ പർദ്ദകൾക്കായി നഗരത്തിൽ പ്രവിശാലമായ ഷോറൂം. ഇന്ത്യൻ ഗൾഫ് പർദ്ദകളുടെ വിപുല ശേഖരം. നിസ്കാരക്കുപ്പായം, പർദ്ദ, ഹജ്ജ് ആവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങൾ, മുതഅല്ലിങ്ങൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. അൽനൂർ പർദ്ദ, മർക്കസ് പർദ്ദ ഹൌസ്, ഹിഫാസ പർദാസ്, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 9746433394, 0495 272 3394.